ഇല്ല, പ്രശ്നം ഏതാണ്ട് പൂർണ്ണമായും പരിഹരിച്ച ഒരു മട്ടാണ് ഇപ്പോൾ അവസാനം ഞങ്ങൾ അറൈവ് ചെയ്തിട്ടുള്ളത്. പുറത്ത് മീഡിയയിൽ വന്ന അത്രയും ഭീമാകാരമായ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇത് പുറത്ത് മീഡിയയിൽ വരുന്നതിന് മുമ്പ് തന്നെ അകത്തത് ഇന്നിപ്പം നടന്നതുപോലെ ചർച്ച ചെയ്തിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും ഇത് വളരെ എളുപ്പത്തിൽ റിസോൾവ് ചെയ്യാവുന്ന ഇഷ്യൂസ് ആയിരുന്നു. അതിനെ സംബന്ധിച്ച് അല്ല, അതൊക്കെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ഈ മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെയൊക്കെ പ്രൊക്യൂർമെന്റിനെ സംബന്ധിച്ചൊക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റൂൾസ് ഉണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പോളിസി ഉണ്ട്. അതൊട്ടും ഫ്ലൗട്ട് ചെയ്യാതെ ഉള്ള രീതി അവലംബിച്ചുകൊണ്ട് തന്നെ ഈ പറയുന്ന കാലതാമസം ഒരു ഡെലിവറൻസിന് എന്താണോ ഒരു ഡെസിഗ്നേറ്റഡ് ഡെലിവറൻസ്, അത് ഒരു വീഴ്ചയും വരാതെ പേഷ്യൻസിനൊന്നും ഒരു രീതിയിലും ഉപദ്രവം ഏൽപ്പിക്കാത്ത തരത്തിൽ റിവൈവ് ചെയ്യാനുള്ള എല്ലാ നിശ്ചയങ്ങളും ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിനെ സംബന്ധിച്ച് അവരുടെ പുതിയ എഗ്രിമെന്റും കാര്യങ്ങളും എല്ലാം സൈൻ ചെയ്ത് ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ എല്ലാം നോർമലൈസ് ചെയ്തു. അല്ല, ഈ പുറത്ത് അങ്ങനെ വന്ന അത്രയും വലിയ ഇഷ്യൂസ് ഇല്ല. ഉള്ളത് എല്ലാം റിസോൾവ് ചെയ്തിട്ടുണ്ട്, എല്ലാ തീരുമാനങ്ങളുമായിട്ടുണ്ട്. ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് എല്ലാവരും ഒത്തൊരുമിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ അതിനകത്ത് ഈ പറയുന്ന നമുക്ക് നിയമങ്ങൾ തെറ്റിക്കാനൊക്കത്തില്ല. അത് പിന്നെ വലിയ കറപ്ഷനിലേക്ക് പോകും. ആ കറപ്ഷനും നിങ്ങൾക്ക് വിഷയമല്ലേ, ജനങ്ങളെയും അത് ബാധിക്കുന്നതല്ലേ. അപ്പൊ ആ കറപ്ഷൻ ഫ്രീ റെസൊല്യൂഷൻ അത് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അല്ല, അതൊക്കെ വിമർശനങ്ങളാണ്. ഇത് ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ നമുക്ക് അതിനകത്ത് തന്നെ ഒരുപാട് വേരിയൻസ് ഉണ്ട്. അല്ല, ഇന്നെല്ലാം സാങ്കേതികമായി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നോർമലൈസ് ചെയ്യും. പക്ഷെ നാളെ മുതൽ അതിന്റെ പരിഹാര മാർഗങ്ങളെല്ലാം പ്രാവർത്തികമായി തുടങ്ങാൻ പറ്റും. അതിനെ സംബന്ധിച്ച് നാളെ മുതലല്ല, നാളെ മറ്റന്നാൾ കൊണ്ട് സപ്ലൈസ് വന്നു കഴിഞ്ഞാൽ തുടങ്ങാൻ പറ്റും. അത്രയേ ഉള്ളൂ. അല്ല, അത് ഒക്കെ അതിന്റെ ക്രമത്തിൽ വരുന്നുണ്ട്. ഇപ്പം കേന്ദ്രത്തിന്റെ ഫണ്ടിങ്ങിൽ തന്നെ അല്ലേ ഈ പുതിയ കോൺഫറൻസ് ഒക്കെ വന്നിട്ട്. അല്ല, അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനൊക്കത്തില്ല. മിനിസ്ട്രി ആയിട്ട് റിലേറ്റ് തന്നെയാണ്. ഞാൻ ആ വകുപ്പിന്റെ മന്ത്രിയല്ല. അങ്ങനെ അതൊക്കെ ചർച്ച ചെയ്തു. അതിനെ സംബന്ധിച്ചൊക്കെ ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ഒക്കെ അവർ ഒന്ന് റീവാമ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ സത്യത്തിൽ ഒരു ലെയ്സൺ മിനിസ്റ്ററായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ വിഷയങ്ങളുടെയും ഒരു റിപ്പോർട്ട് ഇപ്പൊ തന്നെ തയ്യാറാവും. ഫിനാൻസ് മിനിസ്ട്രിയിൽ പോകേണ്ട റിക്വസ്റ്റ് പോവും. CSRന്റെ കാര്യത്തിലുള്ള സപ്പോർട്ടിന് അതിനെ സംബന്ധിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടി എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം ചെയ്യും. വീഴ്ചകൾ ഉണ്ടാവും. എവിടെയാണ് വീഴ്ചകൾ ഉണ്ടാകുന്നത്? അല്ല, അതൊക്കെ അവർ പരിശോധിച്ചോളും. നമുക്കിപ്പോൾ അതല്ലല്ലോ വേണ്ടത്, റീവാമ്പ് ചെയ്യണം അല്ലേ. അത് എത്രയും പെട്ടെന്നാവണം. അത് സാധ്യമായിട്ടുണ്ട്. റീസ്റ്റാർട്ട് ചെയ്യും. അത് ഹോസ്പിറ്റലിൽ നിന്ന് അതിനുള്ള റിലീസ് വരും, ഒഫീഷ്യൽ റിലീസ് വരും. അതും ചർച്ചയിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ ആ റിപ്പോർട്ടിൽ വരുന്ന കാര്യങ്ങളെല്ലാം കേന്ദ്രമന്ത്രിമാരെ അറിയിക്കും. ഞാൻ ഡോക്ടർ വീണ ജോർജിനെയും ഞാൻ കാലത്ത് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത്, അതിനകത്തുള്ള പെൻഡിങ് പേയ്മെന്റ്സിന്റെ കാര്യം എല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഹൃദയത്തിന്റെ എനിക്ക് തോന്നുന്നു ഏകദേശം സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 8 ലക്ഷം രൂപയുടെ കാര്യത്തിലാണ് ഓഡിറ്റ് ഡിഫറൻസസ് ഉണ്ട്, അതും അവർ പരിഹരിക്കുന്നുണ്ട്.